ആ സമയത്ത് ആശയും ഓൾറെഡി ഒരു പെൺകുട്ടിനെ കണ്ട് വീട്ടിലിങ്ങനെ പറഞ്ഞു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഉറപ്പിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് പിന്നെ അവൻ ഓൾറെഡി എന്നോട് വീട്ടിലുകാരോട് പറഞ്ഞു ഇങ്ങനെ എനിക്ക് പറ്റൂല, എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട. അത് കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ ഒരു പ്രണയത്തിലേക്ക് മാറുന്നത്. അപ്പൊ ആ സമയത്ത് ആശി ഒരു ബോയ് ആണ്, നിങ്ങൾ വന്ന് ഇങ്ങനെ ഫീമെയിൽ ആ ഒരു ലെവലിലേക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ബോഡിയിലേക്ക് മാറുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തുടക്കത്തിൽ കണ്ടാൽ രണ്ട് ബോയ്സ് ആയിട്ടല്ലേ തോന്നുള്ളൂ. സ്വാഭാവികമായിട്ടും അപ്പൊ നിങ്ങൾക്കൊരു ഗേ സെക്ഷുവാലിറ്റി ആയിരുന്നു അവിടെ? എവിടെ നിങ്ങൾ തമ്മിലുള്ള പ്രണയം ഒരു ഗേ സെക്ഷുവാലിറ്റി? ഇല്ല, അത് ഞാൻ ആ സമയത്ത് എനിക്ക് എപ്പോഴും എനിക്ക് ട്രാൻസ് ആവണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ദുബായിൽ ആയതുകൊണ്ടാണ് ഇത്രയും ഗ്യാപ്പ് ആയി പോയത്. കാരണം ദുബായിൽ ട്രാൻസ് അലൗഡ് അല്ല. പിന്നെ എനിക്ക് ജോലി ചെയ്യണം, എനിക്ക് എന്റെ വീട് കാര്യം നോക്കണം. കാരണം എനിക്ക് ട്രാൻസ് ആയിട്ട് ഞാൻ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നാട്ടിൽ ഞാൻ പഠിച്ച കോഴ്സിന് നല്ല കാര്യങ്ങൾ കിട്ടില്ല. എനിക്ക് കുറച്ചുകൂടെ ക്യാഷ് കൂടുതൽ എനിക്ക് ദുബായിലാണ് കിട്ടുക. അത് എനിക്ക് അറിയണോണ്ടാണ് ഞാൻ പിന്നെ സ്റ്റിൽ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്യാണ്ട് ഞാൻ സ്റ്റിൽ അവിടെ നിന്നത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. ഇനി എനിക്ക് നാട്ടിലേക്ക് വന്ന് എന്റെ സർജറിയും കാര്യങ്ങളും പ്ലാൻ ചെയ്യണമെന്നൊന്ന് തോന്നി ഞങ്ങൾ രണ്ടുപേരും നാട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയർ ചെയ്തത്. ആ സമയത്ത് എന്റെ ഉപ്പ ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ എന്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ഐഡന്റിറ്റി ഡിക്ലെയറിങ് ചെയ്യാൻ ഇനിയും ഞാൻ സമയം എടുക്കുമായിരുന്നു എനിക്ക്.